ഇടുക്കി ജില്ലയിലെ കട്ടപ്പന നഗരസഭയിൽ ഇത്തവണ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ വലിക്കുന്നത് വിമതന്മാരാണ്. വേണ്ടത്ര ചർച്ചകളില്ലാതെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതെന്നാണ് ആരോപണം. സീറ്റ് വാഗ്ദാനം നൽകി വഞ്ചിച്ചെന്നും ഒരു വിഭാഗം പറയുന്നുണ്ട്. എന്തായാലും കട്ടപ്പനയിലെ കോൺഗ്രസിന് ഒരു പാഠം പഠിപ്പിക്കാൻ ഒരു ദമ്പതികളും വിമതരായി രംഗത്തുണ്ട്. കട്ടപ്പന നഗരസഭ മുൻ ചെയർപേഴ്സൺ ബീന ജോബിയും ഭർത്താവ് ജോബി സ്റ്റീഫനുമാണ് UDF സ്ഥാനാർത്ഥികൾക്കെതിരായി മത്സരിക്കുന്ന ആ കോൺഗ്രസുകാർ. കട്ടപ്പനയിൽ നിന്നും സുബിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തവണ കട്ടപ്പന നഗരസഭയിൽ അതൃപ്തരായ കുറേയധികം നേതാക്കളുണ്ട് എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകളിൽ നിന്നും ഇത് വ്യക്തമായതുമാണ്. നിരവധി വിമത സ്ഥാനാർത്ഥികളാണ് കട്ടപ്പന നഗരസഭയിൽ UDF തന്നെയുള്ളത്. അത്തരത്തിൽ രണ്ടുപേരാണ് നമുക്കൊപ്പം ചേരുന്നത്. അവർ ദമ്പതികളാണ്. രണ്ടുപേരും രണ്ട് വാർഡുകളിൽ നിന്നായി മത്സരിക്കുന്നുണ്ട്. നമ്മളോടൊപ്പം ആദ്യം ചേരുന്നത് ബീന ജോബിയാണ്, നഗരസഭയുടെ പ്രഥമ അധ്യക്ഷ കൂടിയാണ്. എന്താണ് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാനുള്ള ഒരു സാഹചര്യം? നമ്മൾ മത്സരരംഗത്ത് വന്നത് തന്നെ നമ്മൾ താമസിക്കുന്ന വാർഡ് ജനറൽ വാർഡ്, ഇതിനടുത്തെല്ലാം ജനറൽ വാർഡായപ്പോൾ നമ്മളോട് നേരത്തെ പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു വനിതകൾ ഒരിക്കലും ജനറൽ വാർഡിൽ മത്സരിക്കാൻ വരരുതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വാർഡ് 31-ാം വാർഡ് ഒരു വനിതാ വാർഡാണ്. ആ വനിതാ വാർഡിൽ ഒരു കോൺഗ്രസിൻ്റെ വാർഡുമാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡിനോട് 33-ാം വാർഡിൽ മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കാൻ പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ ഒരു കാര്യം, ഇത്രയും നാൾ കൗൺസിലറും ചെയർപേഴ്സണുമായിട്ടൊക്കെ ഇരുന്ന് ബീന ജോബിയല്ലേ, അപ്പോൾ ആ സീറ്റ് എനിക്ക് സീറ്റ് വേണ്ട, ഞാൻ മത്സരരംഗത്തും ഇല്ല, എൻ്റെ വൈഫിന് ഒരു സീറ്റ് കൊടുത്തുവെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീടിൻ്റെ വാതിൽ തുറക്കുമ്പോൾ, അതായത് വീടിൻ്റെ തൊട്ടടുത്തുള്ള വാർഡാണ് ഈ 31-ാം വാർഡെന്ന് പറയുന്നത്. മറ്റേ ഞങ്ങളോട് നേതൃത്വം പറഞ്ഞതനുസരിച്ച് ഞാൻ ആ ഒരു മര്യാദ പാലിച്ചു. ജനറൽ സീറ്റ് മത്സരിക്കാൻ ഞാൻ തയ്യാറായില്ല. അപ്പോൾ വനിതാ സീറ്റ് തന്നെ ഞാൻ ചോദിച്ചു. എനിക്കത് കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, കാരണം കോൺഗ്രസിൻ്റെ വാർഡ് തന്നെയാണല്ലോ. അപ്പം തന്നെയല്ല, ആ വാർഡിൽ കോൺഗ്രസ് മത്സരിക്കാനൊരു സ്ഥാനാർത്ഥി ഇല്ല എന്ന് അവിടുത്തെ വാർഡ് കൗൺസിലറും അവിടുത്തെ വാർഡ് കമ്മിറ്റിയും നമ്മളെ അറിയിച്ചതനുസരിച്ചാണ് ഞാനെന്നാൽ മത്സരിക്കാം എന്നൊരു തീരുമാനം പോലും നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ അങ്ങനെ മത്സരിക്കാനായിട്ട് ഞാൻ തയ്യാറായി. നോമിനേഷൻ കൊടുത്തത് കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെയാണ് നമ്മൾ നോമിനേഷൻ പൂരിപ്പിച്ച് കൊടുത്തിട്ടുള്ളതും. വേറെ ചിഹ്നം ഒന്നും വെച്ചിട്ടുമില്ലായിരുന്നു. കേരള കോൺഗ്രസ്സിന് ആ വാർഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന് ഞാൻ കോൺഗ്രസിൻ്റെ ഇതായിട്ട് ചോദിച്ച ഒരു വാർഡ് അവർ എന്ത് ചർച്ചയിലൂടെയാണ് കേരള കോൺഗ്രസിന് കൊടുത്തതെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ കേരള കോൺഗ്രസിലേക്ക് നിൽക്കുന്ന ആളോട് നേരത്തെ തന്നെ കോൺഗ്രസ്സുകാർ ചോദിച്ചിരുന്നു ഈ വാർഡിൽ മത്സരിക്കാൻ. അപ്പോൾ അവർ സമ്മതിക്കാത്തതിൻ്റെ വെളിച്ചത്തിലാണ് അവരെന്നോട് അവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത്. അതിനുശേഷം നമ്മൾ എനിക്ക് ശേഷം ചെയർപേഴ്സണായിട്ട് വന്ന ഷൈനി സണ്ണി ചെറിയാൻ ജനറൽ വാർഡിൽ മത്സരിക്കുന്നതിന് തടസ്സമില്ല. ഞാൻ 1-ാം വാർഡിൽ മത്സരിക്കുന്ന ജെസ്സി ബെന്നിയും ജനറൽ വാർഡിൽ മത്സരിക്കുന്നതിന് തടസ്സമില്ല. അപ്പോൾ എനിക്കുള്ള അയോഗ്യത എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ മുനിസിപ്പൽ പ്രഥമ ചെയർപേഴ്സണായിരുന്ന സമയത്തൊക്കെ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെട്ടൊരു കാലഘട്ടമാണ്. കാരണം 2020 കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ ചെറിയ കാര്യമായിരുന്നില്ല വാക്സിനേഷൻ്റെ ക്രമീകരണം നടത്തുക, അതുപോലെ ക്വാറൻറ്റൈൻ ഇരിക്കുന്ന ഭക്ഷണം, മരുന്ന്. എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. ഏറ്റവും കഷ്ടപ്പെട്ട ഈ 3 ചെയർപേഴ്സന്മാരും ഞാൻ തന്നെയാണ്. അതിനകത്ത് ഇപ്പോൾ ഇരിക്കുന്ന ആരും അത്രയും ബുദ്ധിമുട്ടുണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രതികൂല സാഹചര്യം. എന്നിട്ട് പോലും നമ്മളോട് ആ ഒരു പരിഗണന പോലും നമ്മൾ കാണിച്ചില്ല. ഇപ്പോൾ ജോബി സ്റ്റീഫൻ 33-ാം വാർഡിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് തന്നെ അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ചർച്ചയിലൂടെ ഒരു പരിഹാരം കണ്ടെത്തും എന്നാണ്. ജോബി സ്റ്റീഫൻ മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു അലൻസി മനോജ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ അവിടെ നോമിനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നിൽ നമ്മൾ ആ വാർഡിലെ ഒരു കൗൺസിലറായപ്പം ഒരു ന്യായമായിട്ട് ഒരു പാർട്ടിക്കാർക്കൊന്ന് ചോദിക്കാമായിരുന്നു നമ്മളോട്. അവിടെ ഇന്ന പോലെ നമ്മൾ നിലവിൽ അവിടുത്തെ കൗൺസിൽ തന്നെയാണല്ലോ, അവിടെ ഒരാളെ നമ്മൾ നിർത്താൻ വേണ്ടി ആരെയാണ് ജോബി മത്സരിക്കുന്നില്ലെങ്കിൽ അടുത്ത ആരെയാണ് ഇന്ന ഒരാളെ നിർത്തട്ടെ എന്നൊരു ചോദിക്കാൻ പോലും ഇവർ തയ്യാറായില്ല. നമ്മൾ നോമിനേഷൻ കൊടുക്കുന്ന അന്ന്, ഞാൻ നോമിനേഷൻ കൊടുത്തതിന് ശേഷമാണ് 33-ാം വാർഡിൽ ഇപ്പം മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ജോയി ആയിരത്തോട്ട് മത്സരിക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. അതിനുശേഷം ഇന്നലെ അലൻസിയെ മനോജിനെ നമ്മൾ കണ്ടു. അപ്പോൾ അതൊരു യുവാവല്ലേ, കാരണം നമ്മൾ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ, യുവജനങ്ങളെ സപ്പോർട്ട് ചെയ്യണം, അവർക്ക് അവസരം കൊടുക്കണമെന്ന് പാർട്ടി നേതൃത്വം ആവശ്യപ്പെടുമ്പോൾ ആ ഒരു അവസരം നിഷേധിച്ച് വേറൊരാളെ കൊടുക്കും. നമ്മളോടൊന്ന് ആലോചിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നല്ലോ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ ജോബി സ്റ്റീഫനുണ്ട്, അദ്ദേഹവും മത്സരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് തികഞ്ഞ ഒരു അവഗണന നേരിട്ടത് കൊണ്ടാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു മത്സര രംഗത്തേക്ക് എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. തീർച്ചയായിട്ടും നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടെന്നേ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഞാൻ മത്സരിക്കേണ്ട വന്ന നേതൃത്വത്തിന് പിടിപ്പുകേടെന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മളൊരു ഗ്രൂപ്പ് കളിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളല്ല. അർഹിക്കുന്നവർക്ക് അർഹതയ്ക്ക് അംഗീകാരം കൊടുക്കേണ്ടത്.
പാർട്ടിയുടെ നേതാക്കന്മാർ അവരവർക്കുള്ള സീറ്റ് തരപ്പെടുത്തുക എന്നുള്ളത് കവിഞ്ഞ് വാർഡിലെ പ്രവർത്തകരെയോ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെയോ സംരക്ഷിക്കുന്ന ഒരു നിലപാട് എടുക്കുന്നില്ല. അതിൽ പ്രതിഷേധിച്ചാണ് ഞാൻ എൻ്റെ നോമിനേഷൻ നിലനിർത്തിയിരിക്കുന്നത്. അതൃപ്തരായ നിരവധി ആളുകളുണ്ടല്ലോ ഈ കട്ടപ്പന നഗരസഭയിൽ. തീർച്ചയായിട്ടും അതൃപ്തരായിട്ടുള്ള വളരെയധികം കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. ഈ വിജയസാധ്യതയുള്ള സീറ്റുകളൊക്കെ മറ്റ് ആളുകൾക്ക് വെച്ച് കൊടുക്കുന്നത് പോലെ ഒരു തോൽവി ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. എങ്ങനെയാണ് അതിനെന്ന് വിലയിരുത്തുന്നത്? വിജയസാധ്യതയുള്ള സീറ്റുകൾ മറ്റ് ആൾക്കാരൊക്കെ കൊടുക്കുമ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ വിജയസാധ്യത കുറയുമല്ലോ. കോൺഗ്രസ് ജയിക്കേണ്ട സീറ്റുകളിൽ അനാവശ്യമായിട്ട് ആൾക്കാരെ കുത്തിത്തിരികെ കയറ്റുന്നത് നല്ല പ്രവണതയല്ല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇവിടെ ജോസഫ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് അനുവദിച്ച പല സീറ്റുകളും നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. വെറുതെ സീറ്റ് കളയാൻ വേണ്ടിയിട്ട് കൊടുക്കുക. പിന്നെ ഈ ജോസഫ് ഗ്രൂപ്പിന് അനുവദിച്ച പല സീറ്റിലും സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ട ചുമതലയും ബാധ്യതയും കോൺഗ്രസ് നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും അവരെ ചുമന്നുകൊണ്ട് നടക്കേണ്ട ഒരു ഗതികേടിലാണ് കോൺഗ്രസ്. രണ്ടുപേരും തികഞ്ഞ വിജയപ്രതീക്ഷ തന്നെയാണുള്ളത്. വിജയപ്രതീക്ഷ തന്നെയാണ്. കാരണം ഞാൻ 33-ാം വാർഡിലെ കൗൺസിലറായിട്ട് നിന്നു. അതിന് മുന്നേ പഞ്ചായത്ത് മെമ്പറായിട്ട് നിന്ന് നല്ല രീതിയിൽ തന്നെ വാർഡ് നോക്കിയ ആളാണ്. അപ്പോൾ എനിക്ക് വിജയപ്രതീക്ഷയുണ്ട്. തന്നെയുമല്ല, ഇവിടെ ഞങ്ങൾ മത്സരരംഗത്ത് പറഞ്ഞു നേരത്തെ തന്നെ അവിടെയുള്ള ജനങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് 33-ാം വാർഡിൽ തന്നെ. പക്ഷേ അവർ നമ്മളൊരു പാർട്ടിയുടെ മര്യാദ കാണിച്ചു, അവിടെ മത്സരിക്കാൻ ചെന്നില്ല. എന്നിട്ട് പോലും അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയം അറിഞ്ഞില്ല എന്ന് പലർക്കും പരാതിയുണ്ട്. അപ്പം ഞങ്ങൾ ഈ പുറത്തുനിന്ന് വരുന്നവരെ സ്വീകരിക്കില്ല എന്ന് അവർ നേരത്തെ ഒരു അറിയിപ്പ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഞങ്ങളും എല്ലാം വൈകിയാണ് അറിയുന്നത്. അത്തരത്തിലാണ് രണ്ടുപേരും മത്സരരംഗത്തുണ്ട്. ഒരു രീതിയിലും പിന്നോട്ടേക്കില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെ അവ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് രണ്ടുപേരുമുള്ളത്. സുബിൻ തോമസ്, ജനം, ഇടുക്കി.